നമസ്കാരം. ഡൂസ് ആൻഡ് ഡോൺസ് എന്ന ഭാഗമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ആദ്യ ഭാഗത്ത് ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ഞാൻ തന്നിരുന്നു. നമ്മൾ ഇന്ന് ഡൂസ് എന്ന അധ്യായമാണ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനായിട്ട് പോകുന്നത്. എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. നിങ്ങളോട് ഒരു റിക്വസ്റ്റ് അറിയിക്കുകയാണ്. ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നിർബന്ധമായിട്ടും കയ്യിൽ ബുക്കും പേനയും ഉണ്ടാകണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഇൻ കേസ് ആരുടെങ്കിലും കയ്യിൽ അതില്ല എങ്കിൽ പെട്ടെന്ന് അതൊക്കെ എടുത്ത് റെഡി ആയിട്ട് ഇരിക്കുക. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് ഡൂസ് നമുക്ക് നോക്കാം. ഞാൻ എൻ്റെ സ്ക്രീൻ ഷെയർ ചെയ്യട്ടെ. ഓക്കെ, ഫൈൻ. ഒന്നാമത്തെ പോയിന്റ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഒബ്സർവ് കെയർഫുള്ളി. നമ്മൾ ചിത്രം വരയ്ക്കുന്ന സമയത്ത് ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഒബ്സർവ് ചെയ്യുക. വരയ്ക്കാനെടുത്ത ചിത്രം അതെന്തുമായിക്കോട്ടെ, നമ്മൾ ആദ്യം അതിനെ 5-10 മിനിറ്റ് ടൈം ഇൻവെസ്റ്റ് ചെയ്ത് നമ്മൾ സ്റ്റഡി ചെയ്യണം. അതിനെക്കുറിച്ച് മനസ്സിലാക്കണം, ഒബ്സർവ് ചെയ്യണം. എന്നാലാണ് നമുക്ക് നല്ലൊരു റിസൾട്ട് നമുക്ക് കൊണ്ടുവരാൻ കഴിയുക. കുറച്ചുകൂടെ ഞാനൊരു ക്ലാരിറ്റി കൊണ്ടുവന്ന് തരാം. ഞാൻ ഒരു ചിത്രം വരയ്ക്കുകയാണ്. ഇപ്പോൾ വിചാരിക്കുക, ഞാൻ ഒരു ചിത്രം വരയ്ക്കുകയാണ്. അപ്പോ റെഡി 1 2 3 സ്റ്റാർട്ട് എന്ന് പറഞ്ഞ് പെൻസിലെടുത്ത് പോവാം വരയ്ക്കാം എന്നുള്ള ഒരു രീതിയിലല്ല വരയ്ക്കാനായിട്ട് പോകുന്നത്. ആദ്യം റഫറൻസ് പിക്ക് ഞാൻ കയ്യിലെടുത്ത് അതിനെ ഒന്ന് സ്റ്റഡി ചെയ്യും. ഒന്ന് ഇരുന്ന് റഫറൻസ് പിക്ക് ഞാനൊന്ന് നോക്കും. ആ റഫറൻസ് പിക്കിൽ ക്യാരക്ടർ എങ്ങനെയാണ് ഇരിക്കുന്നത്, ആ ക്യാരക്ടറിന്റെ ഷേപ്പ് എങ്ങനെയാണ്, അതിന്റെ ലൈറ്റ് ആൻഡ് ഷാഡോ എങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്, അതിന്റെ ടെക്സ്ചർ എങ്ങനെയാണ്, വളരെ സോഫ്റ്റ് ആയിട്ടാണോ ഷെയ്ഡ് പോകുന്നത്, റഫ് ആയിട്ടാണോ, അതേപോലെ തന്നെ ഔട്ട്ലൈൻ എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും, പിന്നെ അതിന്റെ ടെക്സ്ചർ, അതിന്റെ പാറ്റേൺ, ഡീറ്റെയിലിംഗ്, അതിന്റെ എല്ലാ എലമെന്റും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ സ്റ്റഡി ചെയ്യും, ഒന്ന് മനസ്സിലാക്കി വെക്കും. അതിന് ശേഷമാണ് ഞാൻ വരയ്ക്കാനായിട്ട് പോകുന്നത്. അല്ലാതെ പെട്ടെന്ന് തന്നെ ഒരു ചിത്രം എടുത്ത് പെൻസിലും എടുത്ത് റെഡി വരയ്ക്കാം എന്നുള്ള ആറ്റിറ്റ്യൂഡോട് കൂടി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പല കാര്യങ്ങളും മിസ്സായി പോകും. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഒരിക്കലും ധൃതി പിടിക്കരുത്. ധൃതി പിടിക്കുമ്പോൾ ഒന്നെങ്കിൽ വരയ്ക്കുന്ന സമയത്ത് ക്യാരക്ടർ മാറിപ്പോവും, ഇല്ലെങ്കിൽ റഫറൻസിലുള്ള പല കാര്യങ്ങളും നമ്മളുടെ പേപ്പറിലേക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റാതെ പോകും. ഓക്കെ, ഒരിക്കലും ധൃതി പിടിക്കരുത്. നമ്മൾ വരയ്ക്കുന്ന സമയത്ത് ആദ്യം ചെയ്യേണ്ട കാര്യം ഒബ്സർവേഷന് വേണ്ടി സമയം കൊടുക്കുക എന്നുള്ളതാണ്. ഒബ്സർവേഷൻ ബിൽഡ്സ് ക്ലാരിറ്റി ആൻഡ് അക്യൂറസി ഇൻ ഡ്രോയിങ്. അല്ലേ, നമ്മുടെ ഡ്രോയിങ്ങിൽ അക്യൂറസി, കൃത്യത കൊണ്ടുവരുന്നത് ഒബ്സർവേഷൻ ആണ്. അതുകൊണ്ട് ഈ ഒരു പോയിന്റ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക, അണ്ടർലൈൻ ചെയ്യുക. ഒബ്സർവ് കെയർഫുള്ളി. ഈ ഒരു പോയിന്റിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായോ? നമ്മൾ ഒബ്സർവ് ചെയ്താൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ വരയ്ക്കാൻ പറ്റൂ. അല്ലാതെ പെട്ടെന്ന് നമ്മളൊരു സ്ഥലത്ത് പോയി ഇരുന്ന് നമ്മളുടെ മനസ്സിലേക്ക് ഒഴുകി വരുന്നതൊന്നും അല്ല. ശരിക്കും പറഞ്ഞാൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ കാണുന്നുണ്ട്, പഠിക്കുന്നുണ്ട്, അത് നമ്മളുടെ ബ്രെയിനിൽ സെറ്റായ കാര്യങ്ങളാണ് നമ്മൾ വരയ്ക്കുന്നത്. ഓക്കെ, ഈവൻ രാജാ രവിവർമ്മ വരെ ഒരു മോഡലിനെ മുമ്പിൽ നിർത്തി അത് നോക്കി ഒബ്സർവ് ചെയ്തിട്ടാണ് ചിത്രങ്ങൾ വരച്ചുകൊണ്ടിരുന്നത്. ഒബ്സർവേഷൻ ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ക്ലിയർ? ഒബ്സർവ് കെയർഫുള്ളി. ഇനി രണ്ടാമത്തെ പോയിന്റ് എനിക്ക് പറയാനായിട്ടുള്ള, സ്റ്റാർട്ട് വിത്ത് ലൈറ്റ് ലൈൻസ്. നമ്മൾ എന്ത് ചിത്രം വരക്കുന്ന സമയത്തും എപ്പോഴും ലൈറ്റായിട്ട് ഔട്ട്ലൈൻ ചെയ്യുക. നിങ്ങൾക്ക് 2B-യോ HB-യോ ഉപയോഗിച്ചുകൊണ്ട് ലൈറ്റായിട്ട് ഔട്ട്ലൈൻ ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ കയ്യിൽ നിന്ന് പെൻസിലിൽ നിന്ന് പേപ്പറിലേക്ക് കൊടുക്കുന്ന പ്രഷർ വളരെ ലൈറ്റ് ആയിട്ടായിരിക്കണം. ഞാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. പെൻസിൽ ഞാൻ പിടിക്കേണ്ട എങ്ങനെയാ ഞാൻ കാണിക്കാം. പെൻസിൽ എപ്പോഴും കുറച്ച് താഴ്ത്തി ഈ ഒരു രീതിയിൽ നമ്മൾ പിടിക്കാം. ഇവിടെ കുറച്ച് സ്പേസ് കൊടുക്കണം. ഇങ്ങനെ നമ്മൾ മുകളിലേക്ക് പിടിക്കുന്നുണ്ടെങ്കിൽ ലൈറ്റ് ആയിട്ടുള്ള പ്രഷർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വരയ്ക്കാൻ പറ്റും. ലൈറ്റ് സ്ട്രോക്ക് ആയിരിക്കും പോകുന്നത്. ഒരിക്കലും ഹാർഡായിട്ടുള്ള കട്ടിയുള്ള ലൈൻസ് പോവില്ല. ലൈറ്റ് ആയിട്ട് വരയ്ക്കണമെന്നുണ്ടെങ്കിൽ പെൻസിൽ കുറച്ച് മേലെ പിടിക്കുക, എന്നിട്ട് വരയ്ക്കുക. അതേപോലെ തന്നെ ഷെയ്ഡ് കൊടുക്കുമ്പോഴും പെൻസിൽ നമ്മൾ മേലെ പിടിച്ച് ഷെയ്ഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ലൈറ്റ് ആയിട്ടായിരിക്കും ഷെയ്ഡ് പോവുക. ഓക്കെ, ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? എപ്പോഴും ലൈറ്റ് ആയിട്ട് നമ്മൾ ചിത്രങ്ങൾ വരയ്ക്കാനായിട്ട് ശ്രദ്ധിക്കാം.
അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ വരയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന തെറ്റുകൾ നമുക്ക് അപ്പം തന്നെ ക്ലിയർ ചെയ്യാൻ പറ്റും. പേപ്പറിൽ ഒരിക്കലും ഡാമേജ് വരില്ല. നല്ല നീറ്റ്നെസ്സോടെ നമുക്ക് പേപ്പറിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അതല്ല കട്ടിയിലാണ് നമ്മൾ വരയ്ക്കുന്നതെങ്കിൽ പേപ്പർ കുഴിഞ്ഞു പോവും. പിന്നെ മായ്ച്ച് കഴിഞ്ഞാൽ അത്ര വൃത്തിയോടെ നിൽക്കണമെന്നില്ല, പേപ്പറിന് ഡാമേജ് സംഭവിക്കും. അതിന്റെ നീറ്റ്നെസ് ആകെ നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് ലൈറ്റായിട്ട് നമ്മൾ ഔട്ട്ലൈൻ ചെയ്ത് തുടങ്ങുക. പോയിന്റ് ക്ലിയർ ആണ്. ഒന്നാമത്തെ പോയിന്റ് ഒബ്സർവേഷൻ ആണ്. രണ്ടാമത്തെ പോയിന്റ് ലൈറ്റായിട്ട് വരച്ചു തുടങ്ങുക. ക്ലിയർ. ഞാൻ വളരെ സാവധാനമാണ് ഞാൻ പറഞ്ഞിട്ട് പോകുന്നത്. ഓരോ കാര്യങ്ങളും നിങ്ങളുടെ ബുക്കിൽ നോട്ട് ചെയ്യുക. ഞാൻ പറയുന്നത് എന്താണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കി മുമ്പോട്ട് പോവുക. നിങ്ങളുടെ ഹൃദയത്തിന്റെ ഭാഷയിൽ കമന്റ് ചെയ്യുക ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട് എങ്കിൽ. ഓക്കെ, ഇത് ഞാൻ എപ്പോഴും ഫോളോ ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. എൻ്റെ മെൻറ്റർ എന്നെ പഠിപ്പിച്ചത് ഇങ്ങനെയാണ്, ലേൺ, ഡു, ടീച്ച്. ആ ഒരു തത്വമാണ് ഞാൻ ഇവിടെ നിങ്ങൾക്കും പറഞ്ഞു തരുന്നത്. ഓക്കെ, ഇനി മൂന്നാമത്തെ പോയിന്റ്, കീപ് യുവർ പെൻസിൽ ഷാർപ്പ്. ഓക്കെ, പെൻസിൽ എപ്പോഴും ഷാർപ്പൻ ചെയ്ത് സൂക്ഷിക്കുക. നല്ല മൊനയോടെ തന്നെ നമ്മൾ ഔട്ട്ലൈൻ ചെയ്യുക. അല്ലാതെ നമ്മൾ തോന്നുന്ന മൊന വെച്ച് അല്ലെങ്കിൽ ഷാർപ്പൻ ചെയ്ത പെൻസിലല്ല നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഇത്ര റിസൾട്ട് കിട്ടില്ല. നല്ല നീറ്റ്നെസ് ആയിട്ടുള്ള നല്ല ക്ലാരിറ്റിയോടെ ലൈനൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഡീറ്റെയിൽ ഒക്കെ വരയ്ക്കണമെന്നുണ്ടെങ്കിൽ പെൻസിലിന് നല്ല മൊന ആവശ്യമാണ്. നല്ല ഷാർപ്നെസ് ആയ പെൻസിൽ തന്നെ കയ്യിൽ വേണം. അതുകൊണ്ട് ഓരോ ലെയർ നമ്മൾ വരച്ച് കഴിയുമ്പോഴും പെൻസിൽ ഷാർപ്പൻ ചെയ്തിട്ട് വേണം അടുത്ത ലെയർ നമ്മൾ ചെയ്യാൻ. ഓക്കെ, ഇടയ്ക്കിടെ പെൻസിൽ ഷാർപ്പൻ ചെയ്യുന്നത് നന്നായിരിക്കും. പോയിന്റ് നമ്പർ 1 ക്ലിയർ. പോയിന്റ് നമ്പർ 2 and 3 ക്ലിയർ ആണോ? ഞാനൊന്ന് പറയാം. ആദ്യം ഒബ്സർവ് ചെയ്യുക. 2 മനസ്സിലായ കാര്യങ്ങൾ ലൈറ്റായിട്ട് വരച്ചു തുടങ്ങുക. 3 പെൻസിൽ ഇടയ്ക്കിടെ ഷാർപ്പൻ ചെയ്യുക. ക്ലിയർ. നാലാമത്തെ പോയിന്റ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അണ്ടർസ്റ്റാൻഡ് പ്രപ്പോർഷൻസ്. ഇവിടെയാണ് പലർക്കും തെറ്റുകൾ വരുന്നത്, ഇല്ലേ? ഡ്രോയിങ് ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആകുന്നത് പ്രപ്പോർഷൻസ് മാറിപ്പോകുമ്പോഴാണ്. ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. നമ്മുടെ ഡ്രോയിങ്ങിനെ ഡ്രോയിങ് ആക്കി മാറ്റുന്നത്, അല്ലെങ്കിൽ നമ്മൾ വരയ്ക്കുന്ന ക്യാരക്ടറാക്കി തീർക്കുന്നത് നമ്മൾ കീപ്പ് ചെയ്യുന്ന പ്രപ്പോർഷൻസ് ആണ്. അളവുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയാൽ ഒരു പോയിന്റ് തന്നെ മാറിയാൽ മതി, ക്യാരക്ടർ ചേഞ്ച് ആവും, ഇല്ലേ? ഇവിടെ ഞാൻ നിങ്ങൾക്ക് 2-3 ടിപ്പുകൾ ഞാൻ പറഞ്ഞുതരാം. തുടക്കക്കാരാണ് എങ്കിൽ നിങ്ങൾക്ക് ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്യാം. അതൊരിക്കലും ഒരു കുറവല്ല, തെറ്റല്ല. ഗൈഡ് ലൈൻസ് ഉപയോഗിച്ചുകൊണ്ട് ഔട്ട്ലൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ പരമാവധി പ്രപ്പോർഷൻസ് ഒക്കെ നമുക്ക് ഓക്കെ ആക്കി എടുക്കാനായിട്ട് കഴിയും. അതേപോലെ തന്നെ നിങ്ങൾ ഫേസ് വരയ്ക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ബ്രോ ലൈൻ ആയിട്ട് മാർക്ക് ചെയ്യാം, നോസ് ലൈൻ, ലിപ്പ് ലൈൻ, നെക്കിന്റെ പോർഷൻ, ചിൻ ലൈൻ, ഇതൊക്കെ കൊടുത്തും നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളും കൃത്യമായ സ്ഥാനത്ത് പ്ലേസ് ചെയ്തെടുക്കാവുന്നതാണ്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? പ്രപ്പോർഷൻസ് എപ്പോഴും ക്ലിയർ ആയിരിക്കണം. കറക്റ്റ് സ്ഥാനത്ത് തന്നെ അളവുകൾ കൊടുത്ത് മാർക്ക് ചെയ്തെടുക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോയാൽ മതി, ഇല്ലേ? ക്യാരക്ടർ മാറാൻ. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? അണ്ടർസ്റ്റാൻഡ് പ്രപ്പോർഷൻസ്. നമ്മൾ വരയ്ക്കുമ്പോൾ നമ്മളുടെ റഫറൻസ് പിക്കിൽ എങ്ങനെയാണോ പ്രപ്പോർഷൻസ് ഉള്ളത് നമ്മൾ നോക്കണം. കണ്ണിൽ നിന്ന് മൂക്കിലേക്കുള്ള ഡിസ്റ്റൻസ് എത്രയാണോ, സ്പേസ് എത്രയാണോ, മൂക്കിൽ നിന്ന് വായിലേക്കുള്ള ഇവിടെയുള്ള സ്പേസ് എത്രയാണോ, ഇവിടെ നിന്ന് താഴേക്കുള്ള സ്പേസ് എത്രയാണോ, അതൊക്കെ ഓരോ അളവുകളാണ്. അതൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാൻ പാടില്ല. അതിനനുസരിച്ച് വേണം നമ്മൾ നമ്മുടെ പേപ്പറിലേക്ക് ബാലൻസ് ചെയ്ത് പ്രപ്പോർഷൻസ് കൊണ്ടുവരാൻ. എന്നാൽ മാത്രമേ നമ്മൾ വരയ്ക്കുന്ന ക്യാരക്ടർ അതേപടി നമുക്ക് ബാലൻസ്ഡ് ആയിട്ട് കൊണ്ടുവരാൻ കഴിയും. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അണ്ടർസ്റ്റാൻഡ് പ്രപ്പോർഷൻസ്. പോയിന്റ് നമ്പർ 5, ഷെയ്ഡ് വിത്ത് ഇന്റൻഷൻ. ഓക്കെ, നമ്മൾ ഷെയ്ഡ് ചെയ്യുമ്പോൾ ഈ ഒരു വർക്കിനെ എനിക്ക് ജീവൻ തുടിക്കുന്ന വർക്കാക്കി മാറ്റണം. അതിന് ഞാൻ എത്ര സമയം വേണമെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യും. ആ ഒരു ഇന്റൻഷൻ സെറ്റ് ചെയ്തിട്ട് മുമ്പോട്ട് പോവാം. ഓക്കെ, അല്ലാതെ പെട്ടെന്ന് 10 മിനിറ്റിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ന് വിചാരിക്കരുത്. നല്ലൊരു ഇന്റൻഷൻ സെറ്റ് ചെയ്തിട്ട് ഞാൻ ഇപ്പം ചെയ്യാൻ പോകുന്നതിൻ്റെ ഒരു മാസ്റ്റർ പീസ് വർക്കാണ്, അതിന് നല്ല ജീവൻ തുടിക്കുന്ന ഒരു ഫീൽ എനിക്ക് കൊണ്ടുവരണം എന്നുള്ളൊരു ഇന്റൻഷൻ സെറ്റ് ചെയ്തിട്ട് നമ്മൾ ഷെയ്ഡിങ് ആരംഭിക്കുക. എങ്ങനെയാണ് ഷെയ്ഡ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം ലൈറ്റ് സോഴ്സ് ഫിക്സ് ചെയ്യുക.
ആ ലൈറ്റ് സോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ അതിൻ്റെ ഷെയ്ഡും അതിൻ്റെ ഷാഡോസ് ഒക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അതിനനുസരിച്ച് ലൈറ്റ് ടോൺ, മിഡ് ടോൺ, ഡാർക്ക് ടോൺ, ആ ഒരു വോളിയം ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് തന്നെ നിങ്ങൾ ഷെയ്ഡ് കൊടുക്കുക. എന്നാൽ നിങ്ങളുടെ ഡ്രോയിങ് നല്ലൊരു ബെറ്റർ റിസൾട്ട് നമുക്ക് നമ്മുടെ ഡ്രോയിങ്ങിൽ കാണാനായിട്ട് കഴിയും. ഡ്രോയിങ്ങിനെ ജീവൻ തുടിക്കുന്നതാക്കി മാറ്റുന്നത് ഷെയ്ഡിങ് ആണ്. അതുകൊണ്ട് ഷെയ്ഡിങ് നല്ല രീതിയിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. ഓരോ ദിവസം ഒരു അരമണിക്കൂറെങ്കിലും ഷെയ്ഡിങ് പ്രാക്ടീസിന് വേണ്ടി നമ്മൾ മാറ്റി വെക്കുക. വാല്യൂ സ്കെയിലൊക്കെ നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓരോ പെൻസിലുകളും തരുന്ന ഷെയ്ഡിങ് എന്തൊക്കെയാണ്, നമ്മൾ എത്രത്തോളം പ്രഷർ കൊടുക്കണം, ഓരോ കളർ ടോൺ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏത് പെൻസിലാണ് ഉപയോഗിക്കേണ്ടത്, ഇന്ന പെൻസിൽ ഉപയോഗിച്ചാൽ ഇന്ന കളർ ടോണാണ് കിട്ടുക തുടങ്ങി നമുക്ക് നല്ലൊരു ധാരണ നമുക്ക് ഉണ്ടാവും. അതുകൊണ്ട് വാല്യൂ സ്കെയിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. അതേപോലെ തന്നെ ഞാൻ നിങ്ങൾക്ക് തരുന്ന ചെറിയ ചെറിയ എക്സസൈസ് ഒക്കെ നിങ്ങൾ ചെയ്യുക. ഇതൊക്കെ ഷെയ്ഡിങ്ങിനെ ബെറ്റർ ആക്കാൻ സഹായിക്കുന്നതാണ്. അതേപോലെ തന്നെ ഷെയ്ഡ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ബെറ്റർ ആയിട്ടുള്ള പെൻസിലുകൾ നമ്മൾ യൂസ് ചെയ്യാം, കുറച്ച് ടൂളുകൾ നമ്മൾ യൂസ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഷെയ്ഡ് ചെയ്യുന്ന സമയത്ത് ചാർക്കോൾ പെൻസിൽ യൂസ് ചെയ്യാം. നല്ല ഡാർക്ക് ആയിട്ടുള്ള ഏരിയാസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചാർക്കോൾ പെൻസിൽ ഉപയോഗിക്കാം. അതേപോലെ തന്നെ ലൈറ്റ് ആയിട്ടുള്ള ടോണൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ പൗഡേഴ്സ് ഉപയോഗിക്കാം. ഗ്രാഫൈറ്റ് പൗഡേഴ്സ് ഇല്ലെങ്കിൽ ചാർക്കോൾ പൗഡേഴ്സ് ബ്രഷിൽ മുക്കി നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓരോ ചെയ്യുമ്പോഴും ഓരോന്നിനും ഓരോ ടെക്നിക്ക് ഉണ്ട്. അതൊക്കെ നിങ്ങൾ നല്ലപോലെ കണ്ട് മനസ്സിലാക്കി നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ട് ഒന്ന് വേറെ തന്നെ ആയിരിക്കും. അപ്പോൾ എപ്പോഴും ഷെയ്ഡിങ്ങിന് നല്ലപോലെ സമയം കൊടുത്ത് 2-3 ദിവസം ഒക്കെ മാറ്റി വെച്ച് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു നല്ലൊരു റിസൾട്ട് നമുക്ക് കൊണ്ടുവരാനായിട്ട് കഴിയും. നല്ലൊരു ഇന്റൻഷൻ സെറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ഷെയ്ഡ് ചെയ്യാനായിട്ട്. അല്ലാതെ പെട്ടെന്ന് ഒരു 10-20 മിനിറ്റ് കൊണ്ട് ഒരിക്കലും ഷെയ്ഡിങ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. ലാസ്റ്റ് പോയിന്റ് ആണ് ലേൺ ഫ്രം ഫീഡ്ബാക്ക്. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. നമ്മൾ എന്ത് വരച്ചു കഴിഞ്ഞാലും നമ്മളത് മറ്റുള്ളവരെ കാണിക്കുക. നിങ്ങളുടെ മെന്റേഴ്സിനെ കാണിക്കാം, നിങ്ങളുടെ കൂട്ടുകാരെ കാണിക്കാം, ഫാമിലി മെമ്പേഴ്സിനെ കാണിക്കാം. അപ്പോൾ അതൊക്കെ കാണുന്ന സമയത്ത് അവര് ഓരോ സജഷൻസ് പറയും. ഓക്കെ, അത് നമ്മൾ കേൾക്കുക. സജഷൻസ് ഒക്കെ നമ്മുടെ ഡ്രോയിങ്ങിനെ ബെറ്റർ ആക്കാൻ സഹായിക്കും. അവർ പറയുന്ന ഓരോ വാക്കുകളും ചിലപ്പോൾ നമ്മൾ വരച്ചതിന്റെ ഷെയ്ഡിങ് ഒക്കെ ആയിരിക്കില്ല, ചിലപ്പോൾ കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യണമെന്ന് പറയുന്നുണ്ടാവും. ചിലപ്പോൾ ഔട്ട്ലൈൻ ചെയ്തതിൽ എവിടെയെങ്കിലും മിസ്റ്റേക്സ് അവർ ചൂണ്ടിക്കാണിക്കും. അതൊക്കെ നമ്മൾ കറക്റ്റ് ചെയ്ത് വരുമ്പോൾ നമുക്ക് നമ്മുടെ ഡ്രോയിങ്ങിനെ കുറച്ചുകൂടെ ബെറ്റർ ആക്കാനായിട്ട് കഴിയും. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? എത്ര പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഞാൻ പറയുന്ന കാര്യം? ടച്ച് ചെയ്യുന്നുണ്ടോ? നമ്മള് വരച്ച ചിത്രങ്ങൾ ആരെയും കാണിക്കാതെ, അധ്യാപകനെ കാണിക്കാതെ, കൂട്ടുകാരെ കാണിക്കാതെ നമ്മൾ അവിടെ വെറുതെ മൂടി വെക്കുകയാണെങ്കിൽ ഒരിക്കലും അതിൽ ഇമ്പ്രൂവ്മെന്റ്സ് ഉണ്ടാവാൻ പോണില്ല. ഇമ്പ്രൂവ്മെന്റ്സ് വന്നേക്കാം, പക്ഷെ അതിന് ഒരുപാട് കാലതാമസം എടുക്കും. ഇതൊക്കെ നമ്മൾ മറ്റുള്ളവരെ കാണിക്കുന്നുണ്ടെങ്കിൽ കാണുന്ന ആളുകൾ അതിനെക്കുറിച്ചൊരു അറിവുണ്ട് എങ്കിൽ അവർ നമുക്ക് വേണ്ട നല്ല നല്ല കാര്യങ്ങൾ നമ്മെ പറഞ്ഞു തരും, നമ്മെ ഹെൽപ്പ് ചെയ്യും. എത്രയും ആളുകളുണ്ട് നമ്മെ സഹായിക്കാൻ വേണ്ടി നിൽക്കുന്ന എത്രയും ആൾക്കാരുണ്ട്. അതുകൊണ്ട് നമ്മൾ വരച്ച ചിത്രങ്ങളൊക്കെ ആളുകളെ കാണിക്കുക, അവരുടെ ഫീഡ്ബാക്ക് എടുക്കുക. അതൊക്കെ നമ്മുടെ ഡ്രോയിങ്ങിനെ വളരാനായിട്ട് സഹായിക്കും. നമ്മുടെ ഡ്രോയിങ്ങിനുള്ള ഗ്രോത്താണ് ഓരോ ആൾക്കാരുടെയും വാക്കുകൾ. ഓക്കെ, ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്ന ഒരു അസൈൻമെന്റ്, ഒരു ടാസ്ക് എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞു തന്ന ഈ 6 തത്വങ്ങൾ, 6 പോയിന്റുകൾ ഇംപ്ലിമെന്റ് ചെയ്ത് നിങ്ങളൊരു ഡ്രോയിങ് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചിത്രങ്ങൾ വരയ്ക്കാം. സ്റ്റിൽ ലൈഫ് ആയിക്കോട്ടെ, പോർട്രേറ്റ് ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ. ആദ്യം നിങ്ങൾ വരയ്ക്കാനെടുത്ത ചിത്രം ഒന്ന് ഒബ്സർവ് ചെയ്യുക, അതിനെക്കുറിച്ചൊന്ന് സ്റ്റഡി ചെയ്യുക. ദെൻ ലൈറ്റായിട്ട് ഔട്ട്ലൈൻ ചെയ്ത് തുടങ്ങുക. വരയ്ക്കുന്ന സമയത്ത് പെൻസിൽ ഇടയ്ക്കിടെ ഷാർപ്പൻ ചെയ്യുക. വരയ്ക്കുമ്പോൾ അതിൻ്റെ പ്രപ്പോർഷൻസ് ഒക്കെ ഓക്കെ ആണോ എന്ന് ഇടയ്ക്കിടെ ചെക്ക് ചെയ്യുക. അവസാനം ഔട്ട്ലൈൻ ഒക്കെ ചെയ്തതിന് ശേഷം ഷെയ്ഡ് ചെയ്യുക. പിന്നെ നിങ്ങൾ ആ വരച്ച ചിത്രങ്ങൾ ആളുകളെ കാണിക്കുക. അസൈൻമെന്റ് ഒന്ന് ചെയ്ത് നോക്കിയേ. നിങ്ങളുടെ ഹൃദയത്തിന്റെ ഭാഷയിൽ അസൈൻമെന്റ് ചെയ്ത് കഴിയുമ്പോൾ ആൾക്കാർ നിങ്ങൾക്ക് തന്ന ഫീഡ്ബാക്ക് ഒന്ന് താഴെ അറിയിക്കാം, എന്നെ അറിയിക്കാം, എന്താണ് നമുക്ക് കിട്ടിയ റിസൾട്ട്. ഓക്കെ, ഇതാണ് ഇന്നത്തെ അസൈൻമെന്റ് എന്ന് പറയുന്നത്. സോ എല്ലാവരും പ്രാക്ടീസ് ചെയ്യുക. നിങ്ങളുടെ ഹൃദയത്തിന്റെ ഭാഷയിൽ നിങ്ങൾക്കുണ്ടായ അനുഭവം എന്താണ് എന്ന് ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. സോ ഒരു കാര്യം കൂടെ ഞാനൊന്ന് പറഞ്ഞോട്ടെ. നിങ്ങൾക്ക് ഞാൻ തന്ന ഈ
6 കാര്യങ്ങളും ഈ ഒരു പ്രോസസ്സ് നിങ്ങൾ എൻജോയ് ചെയ്ത് നിങ്ങൾ മുമ്പോട്ട് പോവുക. ഓക്കെ, അതേപോലെ തന്നെ ഡെയിലി ഒരു 10-15 മിനിറ്റ് നിങ്ങൾ പ്രാക്ടീസിന് വേണ്ടി നിങ്ങൾ സമയം ഇൻവെസ്റ്റ് ചെയ്യണം. എപ്പോഴും പ്രാക്ടീസ് ഉണ്ടായിരിക്കണം, അതൊരിക്കലും മുടക്കാൻ പാടില്ല. കൺസിസ്റ്റന്റ് ആയിട്ടുള്ള പ്രാക്ടീസ് ഡ്രോയിങ്ങിന്റെ പഠനത്തിന് അത്യാവശ്യമാണ്. സോ ഇത്രയും കാര്യങ്ങൾ ഞാനൊന്ന് പറയാണ്, നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യുക. സോ ആക്ഷൻസ് എടുക്കുക, മുമ്പോട്ട് പോവുക. സോ ഹാവ് എ നൈസ് ഡേ. നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. ബൈ.